6ാം ക്ലാസ് പാദവാർഷിക പരീക്ഷ ലിസാനുൽ ഖുർആൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ചോദ്യപേപ്പർ മോഡൽ വരുന്ന രൂപവും വിവരിക്കുന്ന നല്ലൊരു വീഡിയോ ആണ്. എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മുഴുവനായി ഇല്ലെങ്കിൽ അതൊരു നഷ്ടമായിരിക്കും. ചോദ്യത്തിലേക്ക് വരുമ്പോൾ, നലഉ ഫീലൻ മുനാസിബം ഫിൽ ഫറാഗി, ഒഴിഞ്ഞ സ്ഥലത്ത് ബ്രാക്കറ്റിൽ കൊടുത്ത 3 ഫീലുകളിൽ നിന്ന് യോജിച്ചത് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ ഞാൻ വായിക്കാം. ജാഅത്ത് അൽ ബിന്തു, പെൺകുട്ടി വന്നു. ഇലൽ മദ്രസത്തി, മദ്രസയിലേക്ക് വന്നു. അപ്പോൾ ജാഅത്ത് എന്ന് പറയാൻ കാരണം വന്നതാരായതുകൊണ്ടാണ്, ബിന്ത് പെൺകുട്ടിയായതുകൊണ്ടാണ് ത് വരാൻ കാരണം. ഓക്കെ, ബാക്കിയുള്ളത് യോജിക്കൂല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. കാന എന്ന് പറഞ്ഞാൽ ആയിരുന്നു, അത് പറ്റില്ല. പിന്നെ തെല്ലാബു, കളിക്കുന്നു. ഇലൽ മദ്രസ, മദ്രസയിലേക്ക് കളിക്കുന്നു എന്ന് വരില്ലല്ലോ. അപ്പോൾ യോജിപ്പിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ നോക്കാനുള്ളത് ഏകവചനം, ബഹുവചനം, അതുപോലെ തന്നെ സ്ത്രീലിംഗം, പുല്ലിംഗം, അല്ലെങ്കിൽ 2 എണ്ണമാണോ, അതൊക്കെ നോക്കിക്കൊണ്ട് ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ ലിസാനുൽ ഖുർആനിൻ്റെ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. കാണുമ്പോൾ എല്ലാം യോജിക്കും, നമുക്ക് തോന്നും അതാണ് ശരി എന്നുള്ളത്, പക്ഷെ അത് തെറ്റായിരിക്കും. അങ്ങനെ പലർക്കും അമളി പറ്റാറുണ്ട്. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. രണ്ടാമത്തത് യൻസുറു, സഹായിക്കും. അൽ മുഅ്മിനു, മുഅ്മിന് സഹായിക്കും. അപ്പോൾ തെൻസുറു പറയാത്തതിൻ്റെ കാരണം മുഅ്മിൻ ആണാണ്, അതുകൊണ്ടാണ് യൻസുറു പറഞ്ഞത്. ദീൻ അല്ലാഹി, അള്ളാഹുവിൻ്റെ ദീനിനെ. അപ്പോൾ യക്കുത്തുലു എന്നുള്ളത് അള്ളാഹിൻ്റെ ദീനിനെ കൊല്ലുമെന്ന് പറയാൻ പറ്റില്ല. എജിലിസു, ദീനിനെ ഇരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് യൻസുറു തന്നെ യോജിച്ചത്. മൂന്നാമത്തേത് നോക്കൂ. തെക്കൂമുൽ മർഹത്തു, ത പറയാൻ കാരണം മർഹത്തു എന്നുള്ളത് പെണ്ണായതുകൊണ്ടാണ്. പെണ്ണ് നിൽക്കുന്നു. ദാഖിലൽ ബൈത്ത്, വീടിൻ്റെ പുറത്ത് നിൽക്കുന്നു. മറ്റുള്ള രണ്ടും യോജിക്കില്ല. കാമ നിന്നു, അക്കലത്ത് അവൾ തിന്നു എന്നുള്ളതാണ്. നാലാമത്തത് കത്തല, കൊന്നു. അൽ വലതു, കത്തലത്ത് പറയാതിരിക്കാൻ കാരണം വലതു ആൺകുട്ടിയാണ്. അൽ ഹയ്യത്ത, പാമ്പിന്. യജ്ലിസുൽ ഉസ്താദ്, ഉസ്താദ് ഇരിക്കുന്നു. ത പറയാതിരിക്കാൻ കാരണം ഉസ്താദ് ആണാണ്. യജ്ലിസുൽ ഉസ്താദ്, ഉസ്താദ് ഇരിക്കുന്നു. അലൽ കുർസി, കുർസി കസേരയുടെ മേലിൽ ഇരിക്കുന്നു. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മളത് തിരഞ്ഞെടുത്ത് ഫില്ല് ചെയ്യേണ്ടത്. രണ്ടാമത്തത് നെക്തുബുൽ മജ്ഹൂൽ അലിൽ അഫ്ആലിൽ ആത്തിയ, താഴെ കൊടുത്തിരിക്കുന്ന ഫീലുകൾക്ക് മജ്ഹൂൽ എഴുതാനാണ്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? മഅറൂഫാണ്. നിങ്ങളവിടെ ഞാൻ എഴുതി നോക്ക്. ഫാല, ഫാല മഅറൂഫാണ്, അതിൻ്റെ മജ്ഹൂൽ ഫുഇലയാണ്. യഫ്അലു മുലാരി മഅറൂഫാണ്, അതിൻ്റെ മജ്ഹൂൽ യുഫ്അലു, മുലാരി മജ്ഹൂലാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള മാതൃക. ഫഅല എന്നുള്ളതിനെ നമ്മൾ ഫുഇല രൂപത്തിലാക്കണം. ഇപ്പോൾ ഫഅല വരുന്നതിനൊക്കെ നമ്മൾ ഫുഇല രൂപത്തിലാക്കിയാൽ അത് മജ്ഹൂലായി. യഫ്അലു രൂപത്തിൽ വരുന്നതിനെ യുഫ്അലു രൂപത്തിലേക്ക് മാറ്റിയാൽ അത് മുലാരിയിലെ മജ്ഹൂലായി. ശ്രദ്ധിക്കുക. ജമഅ, ഫഅല, ഫുഇല, ജുമിഅ, കതബ, കുതിബ, കാല, കീല, അത് മാറ്റേണ്ട. അപ്പോൾ അത് പ്രത്യേകം പഠിക്കണം. അത് ഫഅല മോഡലല്ല, അതുകൊണ്ട് അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഏറെക്കുറെ 75% ഫഅല ഫുഇല മോഡലാണ് വരിക. അതിൽ നിന്നും മാറ്റമുള്ള മറ്റൊന്നാണ് മദ്ദ, മുദ്ദ. അപ്പോൾ ഇത് മാറ്റം വരുന്നത് കൊണ്ട് പ്രത്യേകം ചോദിക്കും, നോട്ട് ചെയ്യണം. ഇനി യംനഉ, നേരത്തെ പറഞ്ഞ പോലെ യഫ് അലു, യുംനഉ, യുഫ് അലു, യക്തുബു, യുക്തബു, യുഫ് അലു. കണ്ടില്ലേ? യകൂലു മാറ്റണ്ട്, യുക്കാലു, അത് ചോദിക്കും, കാരണം അത് ലേശം പണിയുള്ളതാണ്. യമുദ്ദു, യുമദ്ദു. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് മാലിയെ മജൂലാക്കുന്നതും മുലാരിനെ മജൂലാക്കുന്നതും. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, നുക്മിലുൽ ജദ്വല, പട്ടിക പൂർത്തിയാക്കാനാണ്. അതിൽ മുസ്ബത്ത്, മുസ്ബത്ത് എന്ന് പറഞ്ഞാൽ കാര്യം സംഭവിച്ചു, പോകുകയാണെങ്കിൽ പോയി. പിന്നെ മംഫി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോവുകയാണെന്നുള്ളതിൻ്റെ പോയില്ല എന്നുള്ളത്. അപ്പോൾ ഇതാണ് മുസ്ബത്തും മംഫിയും. ചെയ്തു, ചെയ്തില്ല, അങ്ങനെ വരുന്നത്. അപ്പോൾ ദഹബ പോയി, അതിൻ്റെ മംഫി എന്താ വരിക? മാ ദഹബ. മാ കൂട്ടി കൊടുക്കാൻ കാരണം മാലി ആയതുകൊണ്ടാണ്. നേരെ മറിച്ചത് മുലാരി ആണെങ്കിലോ ലാ എന്ന് കൂട്ടി കൊടുക്കണം. അപ്പോൾ യദ്ഹബു എന്നാകും. യദ്ഹബു എന്നുള്ള പോകും എന്നുള്ളതിനെ എങ്ങനെ നമുക്ക് മൻഫിയാക്കാൻ പറ്റും? പോകൂല എന്നുള്ളത് എങ്ങനെ? അപ്പോൾ ലാ കൂട്ടി കൊടുക്കണം. മാലിയിൽ മായും പിന്നെ മുലാരിയിൽ ലായുമാണ്. അത് പ്രത്യേകം മനസ്സിലാക്കുക, മാറിപ്പോകരുത്. അത് 2 റക്കിബത്തു, ഞാൻ കയറി. മാ റക്കിബത്തു, ഞാൻ കയറിയില്ല. ഹലറ, ഞാൻ ഹാജറായി. മാ ഹലറ, ഞാൻ ഹാജറായില്ല. യുഅ്മിനു, ഞാൻ വിശ്വസിക്കും. കണ്ടില്ലേ? അത് മുലാരിയാണ്, അതിന് ലാ വന്നു, ലാ യുഅ്മിനു. പിന്നെ 5ാമത്തത് യക്ദിബു, അത് മുലാരിയാണ്, അവിടെ മാ പറ്റില്ല, ലാ യക്ദിബു. അപ്പോൾ ഇങ്ങനെയാണ്
മുസ്ബത്തിനെ മംഫിയാക്കൽ എളുപ്പമാണ്. അതൊന്ന് 2 വട്ടം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ വന്നാൽ ഇതുപോലെ ആക്കി കൊടുക്കുക. 4ാമത് വരുന്നത് നുസരിഫു, സർഫാക്കാനുള്ളതാണ്. വായിക്കുന്നതിന് മുന്നേ പരീക്ഷയുമായി ബന്ധപ്പെട്ട മറ്റു വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സഹായിക്കുക. ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചിടുക. അവസാനം ഉപകാരപ്പെട്ടെങ്കിൽ താങ്ക്സോ മറ്റോ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. നിങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്കും കൂടെ എത്തിച്ച് അവർക്കും കൂടെ ഉപകാരപ്പെടട്ടെ. അപ്പോൾ നുസരിഫു സർഫാക്കാൻ അറിയാതെ നമ്മൾ ലിസാൻ പരീക്ഷയ്ക്ക് പോയാൽ നല്ലൊരു മാർക്ക് നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് കുത്തിയിരുന്ന് ഉറക്കമൊഴിച്ചിട്ടാണെങ്കിലും അത് പഠിക്കുക. ഒന്നാമത് ചോദിച്ചിട്ടുള്ളത് നോക്ക്, യക്കൂലു യക്കൂലാനി യക്കൂലൂന, തെക്കൂലു തെക്കൂലാനി യക്കൂലിന. വളരെ സിമ്പിളാണ്. ബാവു, ബാത്ത ബിഴന. തമുദ്ദൂന, തുടക്കം തമുദ്ദൂനയാണ്. അപ്പോൾ തമുദ്ദൂന, തമുദ്ദീന, തമുദ്ദാനി, തംദുദിന, അമുദ്ദു, നമുദ്ദു. അത് ജംഇൻ്റെ സിയ കൊണ്ടാണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് അല്പം പ്രയാസം. സാധാരണ അങ്ങനെ തുടങ്ങലില്ല. അത് നമ്മളെ ഒന്ന് കുഴപ്പിക്കാൻ വേണ്ടി അങ്ങനെ തുടങ്ങിയതാണ്. ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ പല ട്രിക്കിലും പല ചോദ്യങ്ങൾ ഉണ്ടാകും. അതിലൊന്നും വീണു പോവാതെ നല്ലോണം ആലോചിച്ച് തന്നെ എഫലാനി എഫലൂന, തെഫലു തെഫലാനി എഫല്ല, തെഫലു തെഫലാനി തെഫലൂന, തെഫലീന തെഫലാനി തെഫല്ല, അഫലു നഫലു. ഇത് ആദ്യം അടിസ്ഥാനം നല്ലോണം തറപ്പിച്ച് വെക്കുക. എന്നാൽ അതിൻ്റെ മോഡൽ നമുക്ക് ഏതും സർഫാക്കാൻ പറ്റും. ചക്ക ചക്ക, ചക്കു ചക്കത്ത് ചക്കത്ത, ചക്കിന്, അങ്ങനെ എന്തു മാങ്ങു എല്ലാം. അപ്പോൾ അങ്ങനെ ഏതും സർഫാക്കാൻ വേണ്ടി പറഞ്ഞാലും സർഫാക്കി കൊടുക്കാൻ കഴിയണം. നല്ലൊരു മാർക്ക് അങ്ങനത്തെ ആളുകൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നുത്തമ്മിമു പൂർത്തിയാക്കാനാണ്. 1 അസ്ലം ഐന അൻവറു മാ ജാ ഇലൽ മദ്രസ. അസ്ലം ചോദിക്കുകയാണ്, ഐന അൻവറു, അൻവർ എവിടെ? മാ ജാ ഇലൽ മദ്രസ, അവൻ മദ്രസയിലേക്ക് വന്നിട്ടില്ല. അപ്പം മുർഷിദ് പറയാണ്, മാർ ഐതുഹു മുന്തു സലാസത്ത് അയ്യാമിൻ. മുന്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, സലാസത്തു പറയരുത്, സലാസത്ത പറയരുത്, സലാസത്തി അയ്യാമിൻ, സലാസത്തി അയ്യാമിൻ. അങ്ങനെയാണ്. 3 ദിവസമായി ഞാൻ അവനെ കണ്ടിട്ടില്ല എന്ന് മുർഷിദും പറയുന്നു. ശ്രദ്ധിക്കുക. 2 അദാത്തു നഫി ഫിൽ മാലി. മാലിയിൽ നഫിയുടെ ഹർഫ് ഏതാണ്? മാലിയിൽ മാ ഫി അവലിൽ ഫിൽ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയമാണ്. അപ്പോൾ അതിൻ്റെ പൂരിപ്പിക്കാനുള്ളത് ഫി അവലിൽ ഫീലി. ശ്രദ്ധിക്കുക, ഫി അവലിൽ ഫീലി. 3 ഇദാ ദഖല ഹർഫു ലാ എന്ന ഹർഫ് പ്രവേശിച്ചാൽ ഫി അവലിൽ ഫീലിൽ മുലാരിൻ്റെ ആദ്യത്തിൽ ലാ കടന്നാൽ യകൂനു മംഫിയൻ, അത് മംഫിയാകും. മംഫി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ചെയ്തില്ല എന്നുള്ള അർത്ഥം. വൈല്ല യകൂനു മുസ്ബത്തൻ. ഇനി ലാ ഇല്ലെങ്കിൽ എന്തായിരിക്കും? യകൂനു മുസ്ബത്തൻ, അത് പോസിറ്റീവായി ചെയ്തു എന്നുള്ള ആ മുസ്ബത്തായിട്ട് മാറും. അറബി നോട്ട് ചെയ്യുക. അടുത്തത് 6ാമത്തത് നുത്തർജിമു, പരിഭാഷപ്പെടുത്താനാണ്. ഇത് ഏതാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പരീക്ഷയ്ക്ക് വന്നൊന്നും പിന്നെ അടുത്ത പരീക്ഷയ്ക്ക് വരില്ല. അപ്പോൾ നിങ്ങളെ പാഠഭാഗത്തിലുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. പാഠഭാഗത്തെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവർക്കാണ് ലിസാൻ എളുപ്പമാവുക. ഒരിബർ റജുലു ഫിൽ ഉലുമത്തിൽ ലൈല. ഇരുളിൻ്റെ മറവിൽ പുരുഷൻ അടിക്കപ്പെട്ടു. 2ാമത്തത് ലാ യദ്ഖുലുൽ ജന്നത്ത കാത്തിഉൻ. കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. 7ാമത്തത് നുവരിബു, അറബിയാക്കാനാണ്. ഇങ്ങനെയൊരു ചോദ്യം ഉണ്ടാവും, നോട്ട് ചെയ്യുക. ഞാൻ നാളെ സ്കൂളിലേക്ക് പോകും. അദ്ഹബു ഇലൽ മദ്രസത്തി ഗദൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ അറബി. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് വെച്ചുകൊണ്ട് ലിസാൻ്റെ 5 പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാ ഭാഗവും നന്നായി പഠിക്കുക. സൊറഫാക്കാനുള്ളത്, അതുപോലെ തന്നെ അറബി മലയാളമാക്കാനുള്ളത്, അറബിയാക്കാനുള്ളതൊക്കെ നോട്ട് ചെയ്ത് നന്നായി പഠിക്കുക. എല്ലാവർക്കും നല്ല വിജയമുണ്ടാകും ഇൻഷാ അല്ലാഹ്. സബ്സ്ക്രൈബ് മറക്കരുത്. ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ എത്തിക്കുക.